ഇപ്പോ ചെറിയാൻ ഫിലിപ്പിന് മറ്റു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നമ്മൾ അദ്ദേഹത്തെ ഒരു ലൈംഗിക ദാഹത്തോടു കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത് അല്ലേ? മാധ്യമങ്ങളും മൊത്തത്തിൽ അങ്ങനെയാണ് അല്ല അത് ചിത്രീകരിക്കുന്നത്. അത് ഈ എന്താ പറയുക നമ്മുടെ നാടിനകത്ത് സ്ത്രീയും പുരുഷനും പരസ്പരം തൊടാതെ കഴിയാൻ പരിശീലിപ്പിക്കപ്പെട്ട സ്കൂളുകളിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു വിചിത്ര ജീവികളാണ് മലയാളികൾ എന്ന് പറയുന്നവർ. അതുകൊണ്ട് മനുഷ്യർ പരസ്പരം തൊടുക, ഷേക്ക് ഹാൻഡ് ചെയ്യുക, ആലിംഗനം ചെയ്യുക, അതുപോലെ തന്നെ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ പറയുക, ഇതെല്ലാം നിരുത്സാഹപ്പെടുത്തുന്ന വളരെ സെഗ്രിഗേറ്റ് ചെയ്ത് വളർത്തിയ ഒരു വിഭാഗമാണ്. അത് ക്ലാസ് റൂമിൽ ആരംഭിക്കുന്ന പോലെ തന്നെ വീടുകളിലും അത് തന്നെ വീണ്ടും അനുവർത്തിച്ച് വന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ്. അങ്ങനെ എല്ലാ കാര്യത്തിനകത്തും പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാതെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിന്റെ പ്രോഡക്റ്റാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ആൾക്കാരുടെ കമന്റുകളെല്ലാം. അവര് ദയ അർഹിക്കുന്നു, ഞാൻ അനുകമ്പ അർഹിക്കുന്ന മനുഷ്യരായിട്ട് മാത്രമേ അവരെ കാണാനൊക്കത്തുള്ളൂ. അത് കേരള കാരണം അവര് പ്രോഡക്റ്റാണ്. ഇപ്പൊ കേ- നമ്മൾ കാണുന്ന ലൈംഗികമായിട്ട് മാത്രം എല്ലാ കാര്യവും കാണുന്ന ഒരു സമൂഹത്തിനെ നമ്മൾ നിർമ്മിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മുഴുവനും നിരുത്സാഹപ്പെടുത്തുന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ അതിനെ മുഴുവനും മോശമായ കമന്റുകൾ, അഭിപ്രായങ്ങൾ പറയുക ചെയ്യുന്നിടത്ത് എത്തിച്ചേരുന്നത് നമ്മൾ അതിന്റെ ഒരു വിക്ടിമാണെന്ന് സ്വയം അറിഞ്ഞുകൂടാത്തവരാണ്. അവരെന്തോ ശരിയുടെ നിലപാട് ശരി ചെയ്യുകയാണ്, വീട്ടുകാർ പഠിപ്പിച്ചു തന്ന ശരി ജീവിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.